ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറയാനുണ്ട്. ആ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന്. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കണം, അല്ലാത്തവർ വിട്ടേക്കണം. ഓക്കെ. പിന്നെ മെയിൽ ഓഫ് ഫീമെയിൽ എല്ലാവർക്കും കാണാം. അതുപോലെ തന്നെ ടൈംലെസ് ആണ്. അതുകൊണ്ട് എപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. ഓക്കെ. അപ്പോൾ അതെല്ലാം എല്ലാ ദിവസവും പറയുന്നതാണ്. അതുപോലെ തന്നെ ചാനലിനെ കുറിച്ച് എല്ലാ ദിവസവും പറയുന്നതാണ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ്, സബ്സ്ക്രൈബ്. ഓക്കെ. നമുക്ക് പിന്നെ റീഡിങ്ങിലേക്ക് പോകാം. പിന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക്, അതായത് ഞാൻ പറഞ്ഞു ഇത് ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല കേട്ടോ. ഇതിൽ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കും അത് തന്നെയാണ്, എനിക്കെന്ന് ഓക്കെയാണെന്ന് അങ്ങനെ വിചാരിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോരുത്തരുടെയും പിന്നെ പേഴ്സണലായിട്ട് എടുക്കുമ്പോഴാണ് അവനവൻ്റെ റീഡിങ് കിട്ടുന്നത്. അതിന് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശരി, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് അൺസാറ്റിസ്ഫൈഡ് എന്നായിരുന്നു. അൺസാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ്. നമ്മളുടെ അന്നത്തെ സമയത്തെ ഒരു യാത്ര അല്ലെങ്കിൽ നമ്മളുടെ ഒരു ജേണി പോക്ക് എനിക്ക് കുറച്ച് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഞാൻ. അതിന് കാരണങ്ങൾ കാണും. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പല രഹസ്യങ്ങളും പല കാര്യങ്ങളും നിന്നിൽ നിന്ന് ഞാൻ പിന്നെ എന്താ പറയുക ഒളിച്ചു വച്ചിരുന്നു എന്നാണ്. എക്സ്പ്രസ് ചെയ്തിരുന്നില്ല ഞാൻ. അപ്പോൾ എനിക്ക് പറയാമായിരുന്നു പല കാര്യങ്ങളും, പക്ഷേ പല കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈഗോയുടെ കാർഡ് വന്നിട്ടുണ്ട്. ഈഗോയുടെ കാർഡ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ ഈഗോ പിന്നെ വന്നിട്ടുണ്ട്. അത് കാരണം എനിക്ക് കുറച്ച് ഈഗോ ഉണ്ടായിരുന്നു ആ സമയത്ത്. പറഞ്ഞു അൺസാറ്റിസ്ഫൈഡ് ആണ് എന്ന്. അന്ന് അൺസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഈഗോ ഉണ്ടായിരുന്നു. ഞാൻ പല കാര്യങ്ങളും മറച്ചു വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. സബോട്ടേജ് വന്നിട്ടുണ്ട്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. ചില സമയങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നിലേക്ക് വന്നു ചേരാനുള്ള ചില നല്ല കാര്യങ്ങൾ അവിടെ വെച്ച് പിന്നെ ബ്രേക്ക് ആകാറുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതെനിക്ക് എപ്പോഴും സംഭവിക്കുന്നതാണ് എന്നാണ് ആൾ പറയുന്നത്. പിന്നെ ഷാഡോ സൈഡ്, ഈ ഷാഡോ സൈഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഷാഡോ സൈഡ് ഉണ്ടായിരുന്നു. പലപ്പോഴും നീ എന്നെ അത് ഓർമ്മിപ്പിച്ചിരുന്നു. നീ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നീ ഇപ്പോൾ ഈ ചെയ്യുന്നത് ന്യായമല്ല, നീതിയല്ല എന്നൊക്കെ നീ എന്നോട് പലപ്പോഴും അത് പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ശരിയാണ്, എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അൺവർത്തി പറയുന്നുണ്ട്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ എം. ഞാൻ പിന്നെ എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ് നീ, അല്ലെങ്കിൽ എന്നേക്കാൾ എത്രയോ നല്ല ഒരു വ്യക്തിയാണ് നീ എന്ന് പറയുന്നു. റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കരിയർ, ഫിനാൻസ് ഒക്കെ ഒരുപാട് പിന്നെ വിഷമങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാമിലിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഫാമിലി ആകുമ്പോഴത്തേന് എല്ലാവരുടെയും കാര്യം നോക്കണമല്ലോ. ആ സമയങ്ങളിൽ എനിക്ക് നീയുമായിട്ട് കുറച്ച് കൂടുതൽ അടുക്കുവാനോ എനിക്ക് കൂടുതൽ സമയം നിനക്ക് തരുവാനോ സാധിക്കുമായിരുന്നില്ല എന്നാണ് നമുക്കൊന്ന് പറയുന്നത്. കാരണം ഇവിടെ തേർഡ് പാർട്ടിയാണ്. അപ്പോൾ തേർഡ് പാർട്ടി ഫാമിലിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ആ തേർഡ് പാർട്ടി ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലി എനിക്ക് പിന്നെ എനിക്ക് ഒരിക്കലും വിട്ടു നിൽക്കാൻ കഴിയാത്ത ഒരു ബന്ധമാണ്. ഫാമിലി ആകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, അത് വിട്ടു നിൽക്കാൻ കഴിയാത്ത ഒരു ബന്ധം ആണ് എന്ന് പറയുന്നു. ഇത് പിന്നെ ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇത് പിന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് ജനറൽ റീഡിങ്ങിൻ്റേതാണ് വരുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ എടുക്കണം. ഇനി നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പിന്നെ കണക്റ്റ് ആവുന്നത് ആ രീതിയിലുള്ള റിലേഷനായിരിക്കും ഇതിനകത്ത് നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളും. ഓക്കെ. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് പറയുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ കുറച്ച് ഡിറ്റാച്ച്മെൻറ്റിലാണ് ഉള്ളത്. ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. എൻ്റെ ഹൃദയത്തിനെ, എൻ്റെ മൈൻഡിനെ എനിക്കൊന്ന് നേരെയാക്കാനുണ്ട്
ഞാനതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്മെൻറ്റ്, തേർഡ് പാർട്ടിയിൽ നിന്ന് മാത്രമല്ല എല്ലാത്തിൽ നിന്നും ഞാൻ ഡിറ്റാച്ച്മെൻ്റ് ആയിട്ടിപ്പോൾ കുറച്ച് മാറിയിരിക്കുകയാണ്. കാരണം എൻ്റെ മനസ്സിൽ വളരെയധികം സങ്കടങ്ങളുണ്ട്, വളരെ വിഷമങ്ങൾ ഉണ്ട്. ഞാൻ എൻ്റെ ഭാഗത്ത് കുറച്ച് തെറ്റുകൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. ആ മിസ്റ്റേക്കൊക്കെ എനിക്ക് വീണ്ടും ഒന്ന് റീകൺസിഡർ ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് പറയുന്നുണ്ട്. ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. അപ്പം നിൻ്റെ സൈഡ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചകളും തെറ്റുകളും ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ബ്രോക്കൺ വന്നിട്ടുണ്ട്. ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഞാൻ വളരെയധികം ബ്രോക്കൺ മൈൻഡിലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഡിറ്റാച്ച്മെൻറ്റ് കാർഡ് നമ്മൾ കണ്ടത്. കാരണം എനിക്കെല്ലാം ഒന്ന് ക്ലിയർ ആക്കണം, എനിക്കെല്ലാം ഒന്ന് നേരെയാക്കണമെങ്കിൽ എൻ്റെ മനസ്സൊന്ന് സ്റ്റേബിളാക്കി എനിക്കെടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും ഇപ്പോൾ ഒരുപക്ഷെ വലിയ മെഡിറ്റേഷനോ അതുപോലെയുള്ള കാര്യങ്ങളിലോ ആണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ യോഗ പോലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് സമയം ലോൺലി ആയിട്ടിരുന്നു കൊണ്ട്, ഒരു പക്ഷേ ഔട്ട് ഓഫ് സ്റ്റേഷനായിരിക്കാം, അങ്ങനെ ഇരുന്നു കൊണ്ട് ഇനി പല പല സ്ഥലങ്ങൾ, അതായത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ച് അത് തിരക്കിലാണ്, ബിസിയിലാണ് എന്നാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സ് എപ്പോൾ ക്ലിയർ അല്ലാതാകുന്നുവോ, എപ്പോൾ നമ്മൾക്കാകെ ഒരു വിഷമം, ഒരു മൂഡ് ഓഫ് വരുന്നുവോ, ആ സമയങ്ങളിൽ എല്ലാത്തിൽ നിന്നും വിട്ടകന്ന് നമ്മൾക്ക് വളരെ ഒരു ലോൺലി ആയിട്ടിരിക്കാൻ നമുക്ക് തോന്നും. ആ സമയത്ത് നമ്മൾക്ക് അഭയം പ്രാപിക്കുന്നത് എപ്പോഴും നമ്മൾ സ്പിരിച്വൽ വേസിലൂടെ ആയിരിക്കാം. ആ സമയത്ത് നമ്മൾ ഇതേമാതിരിയുള്ള പുണ്യക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ, അതേമാതിരിയുള്ള ആലയങ്ങൾ സന്ദർശിക്കാനും അവിടെ കുറേ സമയം മെഡിറ്റേഷൻ ചെയ്തിരിക്കാനും ഒക്കെ നമുക്ക് ആഗ്രഹം തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഹീലിങ്ങിൽ വരികയാണ്, ഹീലിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഹീലിംഗ് പ്രോസസ്സിലൂടെ നമ്മുടെ മൈൻഡിനെ ക്ലിയർ ആക്കാൻ നമുക്ക് കഴിയും. അതാണ് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ ആബ്സെൻസ് പറയുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. ഇപ്പോൾ നീ എൻ്റെ കൂടെ ഇല്ലാതെ വന്നപ്പോഴാണ് ആ ആബ്സെൻസ് എന്താണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫ് ലോങ് നീ വേണം എനിക്ക്. കാരണം നീ കൂടാതെ എനിക്ക് എൻ്റെ ജീവിതത്തിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല എന്ന് നിങ്ങളുടെ വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ചേസർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ കുറച്ച് നേരം നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആരുടെയും ചോദിക്കുന്നതായിരിക്കാം. എന്തായാലും ചേസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. കാരണം കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നു എന്നാണ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ എന്നാണ്. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഭാവിയിൽ നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. അപ്പോൾ തേർഡ് പാർട്ടി ശക്തമാണ്, അല്ലെങ്കിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബന്ധങ്ങളാണ് അല്ലേ. ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഫാമിലി കൺസെപ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുണ്ട്, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ആ തേർഡ് പാർട്ടിയെ വിട്ട് എറിഞ്ഞ് നിങ്ങളുടെ കൂടെ വരാം എന്നല്ല പറയുന്നത്. എൻ്റെ ലൈഫിൽ നീ കൂടി വേണം എന്നാണ് പറയുന്നത്. അതൊരു നല്ല ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ലൈഫ് കൊണ്ടുപോകാനായിരിക്കാം. എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കതിനകത്തൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങളില്ലാതെ നിങ്ങളുടെ ഒരു വാക്കുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ഒരു മെസ്സേജ്, നിങ്ങളുടെ ഒരു കോൾ, ഇതെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വ്യക്തി സംസാരിക്കുന്നത്. ബാക്കി ഭാവിയിലാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അത് പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ പറയാൻ പറ്റൂ. ഓരോരുത്തരുടെയും എനർജി എന്താണെന്ന് നമുക്കതറിയത്തില്ല. നമുക്കിനി എന്താണ് ഗൈഡൻസ് കിട്ടിയിരിക്കുന്നത് നോക്കട്ടെ. ഗൈഡൻസ് വന്നിരിക്കുന്നത് 5 ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. 5 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒരു നിരാശ ബാധിച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ നിങ്ങൾ നിരാശ ബാധിച്ചിരിക്കുന്നു എങ്കിൽ അത് നിങ്ങൾ കളയൂ എന്നാണ് നിങ്ങൾക്ക് ഗൈഡൻസ് തന്നിരിക്കുന്നത്. കാരണം അതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ, ഈ രീതിയിൽ നിങ്ങളും ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിലൊക്കെ തന്നെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പോൾ നിങ്ങളും ആ രീതിയിൽ തന്നെ ആയിരിക്കാം ഇരിക്കുന്നത് എന്നാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നുണ്ട്. വളരെയധികം വിഷാദരോഗം പോലെയുള്ള ചില വിഷമങ്ങൾ അനുഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ആ വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കളയൂ എന്നാണ് വീണ്ടും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെങ്കിൽ, കുറേ
ആളുകളുടെ എനർജി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്നത് എന്താണോ അത് നിങ്ങൾക്ക് എടുക്കുക. കാരണം അങ്ങനെ ഉള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടായി പോവും. പകരം നിങ്ങൾ ചെയ്യേണ്ടത് ദ ഹെറോഫൻസ് പറയുന്നുണ്ട്. ഇത് മെഡിറ്റേഷൻ്റെ കാർഡാണ്. മെഡിറ്റേഷൻ ചെയ്യൂ എന്നാണ്. അതായത് ഇതേമാതിരിയുള്ള ചില അവസരങ്ങൾ 3 കാർഡാണ് നമ്മൾ ഗൈഡൻസ് എടുത്തിരിക്കുന്നത്. ഈ 2 കാർഡും നെഗറ്റീവ് ആയതുകൊണ്ടാണ് നമ്മളൊരു കാർഡും കൂടെ എടുത്തത്. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഇരിക്കുന്ന കുറേ ആൾക്കാരെയാണ് നമുക്ക് കാണിക്കുന്നത്. അങ്ങനെയുള്ള അവരുണ്ടെങ്കിൽ ഡിവൈൻ പറയുന്നു നിങ്ങളോട് അങ്ങനെയല്ല, നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ ഇൻഡ്യൂട്ടീവ് പവർ വർദ്ധിപ്പിക്കൂ, നിങ്ങൾ ഇതിലേക്ക് വരൂ. അവിടെ നിങ്ങൾക്ക് സമാധാനം കിട്ടും, മനസ്സിന് സ്വസ്ഥത കിട്ടും. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചെയ്യുന്നത് ഇതാണ്, ഹീലിംഗ് പ്രോസസ്സിലൂടെ പോകുന്നു. നിങ്ങളും ആ ഹീലിംഗ് പ്രോസസ്സിലൂടെ പോകൂ എന്നാണ്. കാരണം അത് എങ്കിൽ മാത്രമേ രണ്ടുപേരും ഒരേ മൈൻഡ്, അതായത് നിങ്ങളുടെ വൈബ്രേഷൻ എന്താണോ ആ വൈബ്രേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടും എന്നുള്ളതാണ്. സിൻസിയറായിട്ടുള്ള ലവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്ന ആ അവസ്ഥയും നിങ്ങളുടെ അവസ്ഥയും ഇപ്പോൾ ഇത് കാണിച്ചു തരികയാണ് നമുക്ക്. ആ അവസ്ഥയിലേക്ക് പോകൂ, ഈ വിഷമത്തിൻ്റെ ആവശ്യമില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നല്ല ഒരു വൈബാണ് വരുന്നത്. എന്തായാലും ഇത് അനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്നുകൂടി നമ്മൾ ഇതിനകത്ത് ആശംസിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അതേപോലെ തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.